രമേശേട്ടാ, എന്തു പറ്റി? ആകെ ശോകമുഖമാണല്ലോ. മനസ്സിലൊരു സുഖമില്ല അച്ചുകുട്ടി. അതെന്താ രമേശേട്ടാ? നിനക്ക് കാര്യം മനസ്സിലായില്ല അച്ചുകുട്ടി. നീ അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. രമേശേട്ടാ, കാര്യം പറ, ചുമ്മാ ബിൽഡപ്പ് ചെയ്യാതെ. പഴയതുപോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അച്ചുകുട്ടി. രാവിലെ ആകെ 5 ഇടിയപ്പേ കഴിക്കാൻ പറ്റുള്ളൂ. ഒരെട്ടെണ്ണെങ്കിലും കഴിച്ചാലേ എന്റെ ബോഡിക്ക് ഒരു എനർജി ഉന്മേഷമൊക്കെ വരും. വെറുതെ ഇരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും ഭക്ഷണം കഴിക്കാൻ തോന്നുക. എന്നാ കഴിക്കാനിരുന്നാലോ ഒരു 4 or 5 അത്രേ ഉള്ളൂ. എന്താ അച്ചുകുട്ടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്റെ വിഷമം കേട്ട് നിന്റെ കണ്ണ് നിറയുമെന്ന് ഞാൻ വിചാരിച്ചേ. ദേ രമേശേട്ടാ, എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട. 5 ഇടിയപ്പം കഴിക്കുന്നതിന് മുമ്പ് പഴങ്ങഞ്ഞി വെട്ടിവിഴുങ്ങിയത് ഓർമ്മയുണ്ടല്ലോ? ഓ, അത് ശരിയാണല്ലോ. ഞാനത് ഓർത്തില്ല അച്ചുകുട്ടി. ഇപ്പൊ ടാലിയായി. എന്റെ വിഭ്രാന്തി എല്ലാം പോയി. രമേശേട്ടാ, വാ തുറക്കരുത് പ്ലീസ്. ചായ കുടിക്ക്. അശേജി, രമേശേട്ടൻ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നത്? ചാരു, രമേശേട്ടന് പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ? അയ്യോ ചാരു, കൈ മുറിഞ്ഞല്ലോ, ചോരയും വരുന്നുണ്ട്. ഇതെന്താ പറ്റിയേ? ചാരു, എന്താ പറ്റിയത്? ഈ ഏട്ടനോട് പറ. അത് രമേശേട്ടാ, കുപ്പിവെള്ള പൊട്ടിയപ്പോ മുറിഞ്ഞതാ. ഓ, കുപ്പിവള പൊട്ടിപ്പോയി. ചാരു, നീ സത്യം പറ, എങ്ങനെയാ കൈ മുറിഞ്ഞത്? അല്ല, കുപ്പിവെള്ള കുത്തിക്കേറിയ തന്നെയാണോ? കുപ്പിവള എങ്ങനെ പൊട്ടി? തനിയെ പൊട്ടില്ലല്ലോ. അത് അത് ചേച്ചി. പറ ചാരു, എങ്ങനെ പൊട്ടി കുപ്പിവള? ചേച്ചി, ഇങ്ങോട്ട് വരാൻ നേരത്ത് അക്കുച്ചേട്ടൻ എന്തോ പറയാൻ വേണ്ടി കയ്യില് പിടിച്ചപ്പോ കുപ്പിവെള്ളയിലായിപ്പോയി. അങ്ങനെ ഇപ്പോ മുറിഞ്ഞതാ. കുഞ്ഞളിനെ എന്ത് പിടുത്താ പിടിച്ചത്? ഭാര്യയുടെ കയ്യിലൊക്കെ പിടിക്കാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണ്ട പിടിക്കാൻ. കുഞ്ഞളി എനിക്ക് വരട്ടെ, ഞാൻ ഒരു ക്ലാസ് കൊടുക്കുന്നു. രമേശേട്ടാ, വാ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ആഘോഷം. ഇനി ചാരുന്റെ കൈ നല്ലതുപോലെ മുറിഞ്ഞു കാണൂ. അത് ഞാൻ നോക്കിയില്ലല്ലോ. എന്തെങ്കിലും മരുന്ന് വെച്ച് കൊടുക്കായിരുന്നു. ചാരു, ചോര പൊടിയുന്നുണ്ട്. ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം. എടി അശ്വതി, ഒരു പഴയ പേപ്പർ എടുത്ത് അവള് തന്നെ അങ്ങ് തുടച്ചോളുമായിരുന്നില്ലേ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? മരുന്ന് വരട്ടാൻ പോണു പോലും. അമ്മേ, എന്താ കാക്കോത്തി എന്തിനാ പേപ്പർ വെച്ച് തുടക്കുന്നത്? കാക്കോത്തി നോക്കാൻ ഞാനുണ്ട്. വാ ഇരിക്കി. കൈ കാണിച്ച. കുഴപ്പമില്ല, വേണ്ട. കൈ കാണിക്കിങ്ങോട്ട്. ഇല്ല, കുഴപ്പമില്ല, ഞാൻ മരുന്ന് വെച്ചോളാം. കൈ കാണിക്കാനാ പറഞ്ഞത്. അയ്യോ, നല്ല പോലെ പോറിയിട്ടുണ്ടല്ലോ.
അതുകൊണ്ടല്ലേ കുഞ്ഞളിയ അച്ചൂട്ടി മരുന്ന് വെക്കാന്ന് പറഞ്ഞത്. ഇനിയിപ്പൊ കുഞ്ഞളിയെ തന്നെ മരുന്ന് വെച്ചു കൊടുക്കുക. അതാ അതിന്റെ ശരി. എടാ രമേശ, അ- അ- അല്ല അതിപ്പോ ചാരുവിന്റെ കൈമുറിയാൻ കാരണം കുഞ്ഞളിയനല്ലേ. അപ്പൊ അളിയൻ തന്നെ മരുന്ന് പരട്ടണം. ആണ്. അതല്ലേ അതിന്റെ ഒരു ശരി. ഞാൻ കാരണം തന്നെയാ കാക്കോത്തിലെ കൈ മുറിഞ്ഞത്. അത് ഞാൻ തന്നെ മാറ്റിയെടുത്തോളാം. ഇല്ല, കുഴപ്പമില്ല. മാഡം, ഇതൊന്ന് സൈൻ ചെയ്യണം. പ്രൊജക്ട് ഡീറ്റെയിൽസാ. ഓക്കെ. മാഡം, എന്റെ വീട് താമസത്തിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞിരുന്നു. യെസ്, ഓർമ്മയുണ്ട്. എന്നായിരുന്നു? നാളെയാ മാഡം. നാളെയോ? ആലപ്പുഴയിലല്ലേ? അതെ മാഡം. മാഡം എത്തില്ലേ? ഷുവർ, ഞാനുണ്ടാവും. ഓക്കെ മാഡം. ഓക്കെ. സൗമ്യ, എന്താ മാഡം? നമ്മുടെ ഓഫീസിലെ എല്ലാരെയും വിളിച്ചിട്ടുണ്ടോ? ഉണ്ട് മാഡം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെയോ?